ഹായ്, കുറച്ച് ദിവസം മുന്നേ ഞാൻ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് കളയാം. അപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടാലോ. അപ്പോൾ ഇത് പ്രോഡക്റ്റ് ഒരു ക്ലീനിങ് പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് നല്ലൊരു പാക്കിങ്ങും ഒക്കെയാണ്. കാര്യം ബോട്ടിലായതുകൊണ്ടും ലിക്വിഡ് ആയതുകൊണ്ടും ഒക്കെ നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഒരു ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് കിച്ചൺ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ കുറച്ച് വർത്തായിട്ട് തോന്നി. കാരണം ഇത് ഒരു 200 രൂപയാണ് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയാസൊക്കെ ഏതാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ചിമ്മിനി ഉൾപ്പെടെ നമ്മുടെ ഇലക്ട്രോണിക് അപ്ലയൻസസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടിച്ച് ഇത് വെച്ചതിന് ശേഷം ഒരു ക്ലോത്ത് ഉപയോഗിച്ച് തുടയ്ക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് കുറച്ച് സ്ട്രോങ് ആണ് ബോട്ടിൽ. പിന്നെ ഒരു സ്പ്രെയർ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രെയറാണ് ആ മുകളിൽ കാണുന്ന ബ്ലാക്ക് കളറ്. അപ്പോൾ ഈ സ്പ്രെയർ നമ്മുടെ ആ കുപ്പിക്കകത്തേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്പ്രെയറും ഒക്കെ നല്ല സ്ട്രോങ് ആണ്. സാധാരണ നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഈ സ്പ്രെയർ മിക്കവാറും അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് പെട്ടെന്ന് നശിച്ചു പോകാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ബോട്ടിലും നല്ല സ്ട്രോങ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു ആ ബോട്ടിലിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ. അപ്പോൾ ഇനി അത് നമുക്കൊരു അടപ്പൊക്കെ തുറന്ന് നമുക്കതിൻ്റെ സ്പ്രെയർ അതിനകത്തേക്കൊന്ന് ഘടിപ്പിക്കാം. അപ്പോൾ ഞാനതെല്ലാം ചെയ്തു. അപ്പോൾ ഇനി നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പം ഞാൻ ആദ്യം എൻ്റെ വണ്ടിയുടെ മുകൾ ഭാഗത്ത് കുറച്ച് ഡസ്റ്റ് പോലെ തോന്നി. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ഫോമിലാണ് വരുന്നത്, നല്ല പതഞ്ഞാണ് വരുന്നത്. അപ്പോൾ 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു കോട്ടൺ ടവൽ ഉപയോഗിച്ചൊന്ന് തുടച്ചു. നന്നായിട്ട് അതിൻ്റെ ആ പൊടികളും ഉണ്ടായിരുന്ന ചെറിയ ഡസ്റ്റുകളൊക്കെ പെട്ടെന്ന് റിമൂവായി. പിന്നെ ഞാൻ ഉപയോഗിച്ചത് കൗണ്ടർ ടോപ്പിലാണ്, നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ ഒത്തിരി ഡസ്റ്റും ഒത്തിരി കറകളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകിയാൽ പോലും അതിനകത്ത് കുറച്ച് ഈ റാഷസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോം അടിച്ചൊന്നിട്ട് ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ ഓൺലൈൻ വാങ്ങിച്ച ഒരു ടിഷ്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ക്ലോത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്ക് തോന്നി ഈ ടിഷ്യൂ ഇട്ട് തുടച്ചാൽ കുറച്ചുകൂടെ പതഞ്ഞ് വരും. അങ്ങനെ ശരിക്കും അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും വെള്ളം ഉപയോഗിച്ച് ഞാനതൊന്നും കൂടെ തുടച്ചെടുത്തു. ഒരു രക്ഷയില്ല കേട്ടോ, നന്നായിട്ടത് പതയുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു 3 തവണ ഞാനിത് വാഷ് ചെയ്തപ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് എനിക്കത് കിട്ടി. നമ്മുടെ കൗണ്ടർ ടോപ്പ് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ സ്മെല്ലോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് വലിയ സ്മെല്ലൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നോർമലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ നല്ല ഭംഗിക്ക് നമ്മുടെ ടോപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ.